ജർമ്മനിയിലെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ യൂറോപ്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിയെയും മനുഷ്യാവകാശങ്ങളുടെ അതിർവരമ്പുകളെയും ഒരേ സമയം പരീക്ഷിക്കുന്ന നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചാൻസലർ മെർസ് നടത്തിയ ചില സൂചനകൾ രാജ്യത്തെ സിറിയൻ അഭയാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച് വലിയ തോതിലുള്ള പൊതുസംവാദങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഈ വിഷയത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകിയത് ജർമ്മൻ പൊതുമാധ്യമമായ ZDFിലെ ഹോയ്റ്റെ ജേണൽ എന്ന പരിപാടിയാണ്. 80% സിറിയക്കാരെ തിരിച്ചയക്കുമോ എന്ന ചോദ്യം കേവലം ഒരു നയപ്രഖ്യാപനത്തിനപ്പുറം അത്തരമൊരു നീക്കത്തിൻ്റെ പ്രായോഗികതയും പ്രത്യാഘാതങ്ങളും വിശകലനം ചെയ്യുന്ന ഒന്നായിരുന്നു. ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2015 അഭയാർത്ഥി പ്രതിസന്ധിക്ക് ശേഷം ജർമ്മനിയിലെത്തിയ സിറിയക്കാരുടെ എണ്ണം ഇന്ന് ഏകദേശം 8 മുതൽ 10 ലക്ഷം വരെയാണ്. ഇന്ന് ഈ സിറിയൻ ജനത ജർമ്മൻ തൊഴിൽ വിപണിയുടെ അവിഭാജ്യ ഘടകമായി മാറിയവർ. ജർമ്മൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ വളരുന്ന ഒരു പുതിയ തലമുറയാണവർ. സാമൂഹികമായും സാമ്പത്തികമായും ജർമ്മനിയുമായി ഒരു പരിധിവരെ ഇഴുകിച്ചേർന്ന ഒരു ജനവിഭാഗം. അതുകൊണ്ട് തന്നെ ഇവരെ വൻതോതിൽ തിരിച്ചയക്കുക എന്നത് അത്ര എളുപ്പമല്ല. ജർമ്മനിയുടെ നിലവിലെ സാമൂഹിക സാമ്പത്തിക ഘടനയെ തന്നെ ബാധിക്കുന്ന ഒരു സങ്കീർണ പ്രക്രിയയാണത്. നിയമപരമായ തടസ്സങ്ങൾ, രാഷ്ട്രീയമായ പ്രസ്താവനകൾ നിലനിൽക്കുമ്പോഴും നിയമപരമായ യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണ്. ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും അംഗീകരിച്ചിട്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം യുദ്ധമോ മനുഷ്യാവകാശ ലംഘനമോ നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളെ നിർബന്ധപൂർവം തിരിച്ചയക്കാൻ പാടില്ല. ഇന്നത്തെ സിറിയ, അതായത് അഹമ്മദ് അൽ ഷാറ ഭരണകൂടത്തിന് കീഴിലുള്ള സിറിയ ഇപ്പോഴും സുരക്ഷിതമാണെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ വിലയിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന്. രാഷ്ട്രീയമായ തന്ത്രങ്ങൾ. തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD കുടിയേറ്റ വിരുദ്ധ വികാരങ്ങളിലൂടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് മുഖ്യധാരാ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പല ജർമ്മൻ സംസ്ഥാനങ്ങളിലും AfD കരുത്താർജിക്കുന്നത് തടയാൻ വോട്ടർമാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള രാഷ്ട്രീയ തന്ത്രമായും മെർസിൻ്റെ ഈ പ്രസ്താവനയെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു എന്നുള്ളതും വാസ്തവമാണ്. 80% സിറിയക്കാരെ തിരിച്ചയക്കുമോ എന്ന ചോദ്യം നിലവിൽ ഒരു പ്രായോഗിക നയത്തേക്കാൾ ഉപരിയായി യൂറോപ്പിൻ്റെ രാഷ്ട്രീയ മനസാക്ഷിയെ പരീക്ഷിക്കുന്ന ഒന്നാണ്. ഇത് കേവലം കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല, മറിച്ച് മാനവികതയോടും നിയമവ്യവസ്ഥയോടും ഒരു രാജ്യം പുലർത്തുന്ന പ്രതിബദ്ധതയുടെ അളവുകോൽ കൂടിയാണ്. ജർമ്മനിയിലെ ഈ രാഷ്ട്രീയ വിവാദം വരും നാളുകളിൽ യൂറോപ്യൻ യൂണിയൻ്റെ മൊത്തത്തിലുള്ള അഭയാർത്ഥി നയങ്ങളെ സ്വാധീനിച്ചേക്കാം.